സുഹൃത്തുക്കളെ, 22-ാം നൂറ്റാണ്ടിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇത് മൂന്നാമത്തെ വീഡിയോ ഇടുന്നത്. ആദ്യത്തെ വീഡിയോ പൊതുവായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ ആരോഗ്യ പുനഃസ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശം അതും ചികിത്സയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കുക, ഇന്ന് നമ്മളെ ആരോഗ്യ വകുപ്പ് ഈ ആധുനിക കാലത്ത് 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലൊക്കെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എടുത്തു നോക്കും, ഈ ആരോഗ്യ വകുപ്പിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് പറയുക. അതിന് ഹെൽത്തുമായിട്ട് ഒരു ബന്ധമില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ ഓഫീസിന് പിശാച്ചിൻ്റെ ഓഫീസെന്നോ പിശാച്ചിൻ്റെ ഓഫീസിന് ദൈവത്തിൻ്റെ ഓഫീസെന്നോ ബോർഡ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ്. അതിന് ആരോഗ്യ പുനഃസ്ഥാപനമോ അല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനമോ ആരോഗ്യ നിർമ്മിതിയോ കുറിച്ചിട്ട് യാതൊരു ബന്ധവും അതിനുണ്ടെന്ന് തോന്നുന്നില്ല. അത് കൈകാര്യം ചെയ്യുന്നത് ചികിത്സയെക്കുറിച്ചാണ്. രോഗം മാറ്റാനുള്ള ചികിത്സ, രോഗചികിത്സ എന്നത് ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയാണ്. ആരോഗ്യം ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കി ആരോഗ്യം ഉണ്ടാക്കാം എന്ന വ്യാജേന അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പേര് കൊടുത്താണ്. ശരിക്കും ഹെൽത്ത് എന്ന് പറഞ്ഞത് എല്ലാ ജീവികൾക്കും വേണ്ട ഹെൽത്ത് എന്ന് പറഞ്ഞത് എന്താണ്? അത് യഥാർത്ഥത്തിൽ ഒരു വസ്തു, ഒരു ജീവി, അതിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് കുറേ വസ്തുക്കൾ അകത്തേക്ക് എടുക്കണം, കുറേ വസ്തുക്കൾ പുറത്തേക്ക് കളയും. അതാണല്ലോ ഒരു ജീവി എന്ന് പറയുന്നത്. ആ ജീവിൻ്റെ ഒരു ആന്തരിക ശരീരം ഉണ്ടാവും, ഒരു ബാഹ്യ ശരീരമുണ്ടാവും. ബാഹ്യ ശരീരം എന്നാണ് അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ നിന്ന് പല വസ്തുക്കളും അകത്തേക്ക് എടുക്കുന്നു, പല വസ്തുക്കളും പുറത്തേക്ക് കളയുന്നു. ഇത് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ് ജീവൻ ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നത്. കാരണം നിങ്ങൾ നോക്കിയിട്ടില്ലേ, ജീവൻ ഉണ്ടോ നോക്കാൻ എന്താ വെച്ചാൽ നമ്മൾ ശ്വാസം, അതായത് ശ്വാസം അകത്തേക്ക് എടുക്കുന്നുണ്ടോ പുറത്തേക്ക് കളയുന്നുണ്ടോ എന്നാണ് നോക്കുക. പല ഡോക്ടർമാരും വന്നിട്ട് അത് നോക്കുക നടത്തും. അത് ഇല്ലെങ്കിൽ അതോടുകൂടി ജീവനില്ലാതായി. അപ്പോൾ ആ പ്രക്രിയയിൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അകത്തേക്ക് എടുക്കുന്ന വസ്തുക്കളും പുറത്തേക്ക് കളയുന്ന വസ്തുക്കളും. അത് ഒരുപക്ഷെ അസംസ്കൃത വസ്തുക്കളിൽ നിന്നും പുറത്തേക്ക് കളയുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പറയാം. കാരണം ഈ പുറത്തേക്ക് കളയുന്ന വസ്തുക്കൾ മറ്റു പല ജീവികൾക്കും മറ്റു പല ജീവനും ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ അവയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതും കൂടി പ്രകൃതിയുടെ ലക്ഷ്യമായിരിക്കണം. ഇതിന് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ള ജീവികളും കൂടി അവയുടെ പരിപോഷണം കൂടിയും ഇതിൻ്റെ ഭാഗമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സസ്യത്തിന് ആവശ്യം കാർബോഹൈഡ്രേറ്റാണ്. അത് നമ്മൾ കൊടുക്കുന്നത് കാർബോഹൈഡ്രേറ്റാണ്. നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയുന്നു. സസ്യമാണെങ്കിലോ സസ്യം കാർബോഹൈഡ്രേറ്റ് സ്വീകരിക്കുന്നു, അതിനെ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഫിക്സ് ചെയ്തിട്ട് സ്റ്റാർച്ചും അല്ലെങ്കിൽ മറ്റുമാക്കിയിട്ട് നമുക്ക് തന്നെ ഭക്ഷണമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സസ്യങ്ങളും ജന്തുക്കളും തമ്മിലുള്ള ഒരു ജൈവ താളുണ്ട് എന്നർത്ഥം, ജൈവ ബന്ധമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവൻ എന്നത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അത്
ഏറ്റവും ആരോഗ്യകരമായി ഇരിക്കുക എന്നതാണ് നമ്മൾ ആരോഗ്യ വകുപ്പിൻ്റെ പണി വേണ്ടത്. അതിനു പകരം ആരോഗ്യവകുപ്പിൻ്റെ പണി എന്താണ്? അത് രോഗങ്ങളെ ജീവനിൽ പ്രകൃതിയേതരമായോ പ്രകൃതി വിരുദ്ധമായോ പ്രകൃതിക്കതീതമായോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളെ എങ്ങനെ ഇല്ലാതാക്കാം നോക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ പണി. അത് ആരോഗ്യവകുപ്പിൻ്റെ പണിയല്ല, അത് ആരോഗ്യം ഉണ്ടാക്കാനുള്ളതുമല്ല, രോഗനിവാരണത്തിനുള്ളതാണ്. രോഗനിവാരണത്തിനുള്ളെങ്കിൽ അതിൻ്റെ പേര് രോഗവകുപ്പ് എന്നോ അല്ലെങ്കിൽ രോഗനിവാരണ വകുപ്പ് എന്നോ ചികിത്സാ വകുപ്പ് എന്നൊന്നല്ലേ വെക്കേണ്ടത്. നേരെ മറിച്ച് അതിന് വച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പ് എന്നാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. എന്തായാലും അതോടുകൂടി തന്നെ അത് ഒരു യഥാർത്ഥത്തിൽ ഒരു ചൂഷണത്തിന് വേണ്ടിയുള്ള ഒരു വകുപ്പാണ് എന്ന് നാം മനസ്സിലാക്കണം. അതായത് പഴയ കാലത്തെ നമ്മുടെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള പല വകുപ്പുകളിൽ ഒന്നായിരുന്നു. അതായത് ഒന്ന് ദൈവത്തിൻ്റെ വകുപ്പിൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പിശാചിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മറുതയുടെ പേരിൽ, ഭൂതത്തിൻ്റെ പേരിൽ, ഇങ്ങനെ പല പല വകുപ്പിലാണ് പലപ്പോഴും ഈ ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യരുടെ അധ്വാനത്തെയും മറ്റുള്ള മനുഷ്യരെയും ചൂഷണം ചെയ്തിരുന്നു. ഈ സ്വകാര്യ സ്വത്ത് വന്നതോടുകൂടിയാണ് അത് കൂടുതലായത്. സ്വകാര്യ സ്വത്ത് വന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ ആർത്തിക്ക് അതിരുകളില്ലാതായി. ഒരാളുടെ ആർത്തി തീർക്കാനുള്ള ഒന്നും ഇവിടെ ഇല്ലയെന്നും, നേരെ മറിച്ച് ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ആവശ്യമായതൊക്കെ സപ്ലൈ ചെയ്യാൻ ഈ ദൈവം വേണ്ടതൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് ഗാന്ധിജി തന്നെ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഒരു ചൂഷണ മേഖലയായിട്ട് ഈ ചികിത്സാ സമ്പ്രദായത്തെ, രോഗത്തെ എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ കണ്ണ് കാണാതായത് എന്നർത്ഥം. അങ്ങനെ എന്തുകൊണ്ടാണ് രോഗം ഉണ്ടായത് എന്ന് നോക്കുന്നതിന് പകരം, അതല്ലേ ശരിക്കും സാധാരണ നിലക്ക് നോക്കേണ്ടത്, അതിന് പകരം എന്തൊക്കെ ചെയ്താലാണ് രോഗം മാറുക എന്ന നമ്മളെ മനുഷ്യൻ്റെ വികടബുദ്ധി, വേണ്ടാത്ത ബുദ്ധി, അല്ലെങ്കിൽ അതിബുദ്ധി, അല്ലെങ്കിൽ ശാസ്ത്രബുദ്ധി, ഈ ബുദ്ധി ഉപയോഗിച്ചായി മനുഷ്യൻ്റെ പ്രകൃതിയിൽ നിന്ന് അകന്നതോടുകൂടി ഉണ്ടായ ദർശന ദിശ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്താലാണ് അസുഖം മാറുക എന്ന പല 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 പരീക്ഷണങ്ങൾ നടന്നു. ഈ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എവിടേക്കോ സ്ഥലം ഇത് കിട്ടുന്നു, എത്ര കണ്ട് ഭീകരമായ വിഷമാണെങ്കിലും അത് എങ്ങനെ നേർപ്പിച്ച് കൊടുത്താൽ ഇന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാറും എന്ന് പരിശോധിക്കുന്ന ലാബുകളാണ് എല്ലാ മെഡിക്കൽ ലാബുകളും, അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് സെൻ്ററുകളും. ഈ വസ്തുക്കളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ജീവനിർമ്മാണത്തിന് അല്ലെങ്കിൽ മനുഷ്യ ശരീരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത വസ്തുക്കളാണ് തന്നെ കേട്ടോ. നിർമ്മിക്കാൻ ആവശ്യമില്ലാത്ത വസ്തു റിപ്പയർ ചെയ്യാൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത്.
അത് ചോദിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിയില്ല, വിവരമില്ല, അന്തല്ല, അന്തക്കേട്, നീയൊക്കെ ഏത് ലോകത്താണ് ജീവിച്ചത്, വിദ്യാഭ്യാസമല്ലേ എന്നൊക്കെയാണ് ചോദിക്കുക. എന്തായാലും അങ്ങനെയുള്ള ഒരു ചൂഷണ പർവ്വത്തിലേക്ക്, അതായത് നമുക്കറിയാലോ നമ്മളെ മതങ്ങളൊക്കെ എങ്ങനെയാണോ യഥാർത്ഥത്തിൽ പുരോഹിതവർഗം അവരുടെ താല്പര്യത്തിന് മറ്റുള്ളവരുടെ അധ്വാനവും അവർക്ക് അവകാശപ്പെട്ട സമ്പത്തും കൊള്ളയടിക്കാൻ ഉപയോഗിക്കാൻ എങ്ങനെയാണോ ഉപയോഗിച്ചത്, അതേപോലെ ചികിത്സാ സമ്പ്രദായ ലോകത്തെക്കുറിച്ചുള്ള അജ്ഞതയും ലോകത്തെക്കുറിച്ചുള്ള സ്വാഭാവികമായ നമ്മളെ സെൻസുകളും നഷ്ടപ്പെട്ടതോടുകൂടി, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ദർശനം തന്നെ ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വ്യത്യസ്തമായ കാര്യങ്ങൾ, അതായത് ചെപ്പിടി വിദ്യക്കാരനെ പോലെ അല്ലെങ്കിൽ മാന്ത്രികനെ പോലെ വേറെ എന്തോ കാണിച്ച് വേറെ ഒരു സാധനം എടുക്കുക എന്നുള്ള പോലെ നമ്മളെ ചിന്തയും നമ്മളെ നിരീക്ഷണവും ആകെ മാറ്റി പുതിയ ഈ ചൂഷണത്തിൻ്റെ മേഖലയാക്കി ഈ ചികിത്സാ സമ്പ്രദായത്തെ മാറ്റി എന്നുള്ളതാണ് സത്യം. അതുവഴി ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്ന് രാസവ്യവസായം, ഔഷധ വ്യവസായം എന്ന ഒരു ബഹുരാഷ്ട്ര കുത്തകകളുടെ ഏറ്റവും ശക്തമായ മൾട്ടിനാഷണൽ കുത്തകകളുടെ ഏറ്റവും ശക്തമായ ഒരു ലോബിയാണ് ഇന്ന് ലോകത്തെ ആകെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ എത്ര വലിയ ആളാണെങ്കിലും, ഹിറ്റ്ലർ ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, മോഡി ആയിക്കോട്ടെ, അവരെ നശിപ്പിക്കാൻ ഒരു പ്രയാസവും ഇവർക്കുണ്ടാവില്ല. ഇപ്പം അടുത്ത് തന്നെ ഉണ്ടല്ലേ നമ്മളെ COVID-19 പാത്രം കൊട്ടിയാൽ മാറും എന്ന ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ അയാൾ എന്താക്കി? ഒരിക്കലും ഇനി അയാൾ പറയില്ല. കാരണം എന്താ? ഇപ്പോൾ ഈ COVID-19 എന്തൊക്കെയാണ് എന്ന് ഇപ്പോഴും ഒരു ബോധ്യമായിട്ടില്ല എന്നും മാത്രമല്ല, വാക്സിൻ കൊടുത്ത ആൾക്കാരുടെ സ്ഥിതി എന്താണെന്നൊക്കെ ഇപ്പോൾ നമുക്കറിയാം. ഒരു പരിധി വരെ ആൾക്കാർ മനസ്സിലാക്കി വരുന്നുണ്ട്. എന്നാലും ഈ പാത്രം കൊട്ടിയാൽ വാക്സിൻ ഇപ്പോൾ ചില ആൾക്കാർ ആരോപിക്കുന്നത് പോലെ കുഴപ്പമില്ലല്ലോ. പക്ഷേ അയാൾ എത്ര വഴി കേട്ടു നിങ്ങളൊന്ന് ആലോചിക്കണം. മാത്രമല്ല, നിങ്ങൾക്കറിയാമെന്നറിയില്ല, 2 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രസിഡൻറ്റുമാരും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ പ്രസിഡൻറ്റും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ COVID-19 ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വൈറസിനെയോ അങ്ങനെ ഒരു രോഗത്തെയോ ഭയമില്ല എന്ന് പറഞ്ഞ് അവർ ആ രീതിയിൽ ഭരിക്കാൻ തുടങ്ങിയതാണ്. അവരെങ്ങനെ ഭരിച്ചതെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ശക്തമാണ്. ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ആ 3 ആൾക്കാരുടെയും പേരൊക്കെ എഴുതിയിട്ട് മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ ഞാനത് ഓർക്കുന്നില്ല. എന്തായാലും നിങ്ങളെ ഈ ചൂഷകപർവം, അതായത് പ്രത്യേകിച്ചും ചികിത്സയുടെ പേരിൽ ഒരിക്കലും നടക്കാത്ത ചികിത്സ. കാരണം എന്താ? ചികിത്സ എന്നത് ജീവൻ്റെ താളത്തെ മാറ്റാനുള്ള ശ്രമമാണ്. അത് നടക്കില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഭൂമിയുടെ ഭ്രമണം, ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കം, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും സ്പിന്നും അതിൻ്റെ റെവല്യൂഷനും നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ജീവനുള്ള താളങ്ങൾക്കും ഒരു മാറ്റവും വരുത്താൻ മനുഷ്യന് കഴിയില്ല.
അതിന് ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് ചികിത്സ. ചികിത്സ നമുക്ക് 22-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഇത് ഇങ്ങനെ പോകുന്നത് ശരിയല്ല എന്നും വിവേകമുള്ളവർ തീരുമാനിക്കുകയും പ്രകൃതിയുടെ നിയമങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ, ജീവൻ്റെ നിയമങ്ങൾ പരമാവധി എങ്ങനെയാണ് നമ്മളെ ഈ അസുഖം ഉണ്ടായതെന്നും അത് എന്തൊക്കെ ചെയ്യാതിരുന്നാൽ അസുഖം മാറും എന്ന പുതിയ ഒരു അവബോധത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ട് പോവാം. ഇത് 3-ാമത്തേതാണ്. അടുത്തത് 4-ാമത്തേതായിട്ട് ഇതിനൊക്കെ ഈ ചൂഷണത്തിനുള്ള പ്രധാന കാരണം എന്താണ് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം. കാരണം ഇത് ഇപ്പം തന്നെ 16 മിനിറ്റായി. അത് പിന്നെ നീളം കൂടണ്ട എന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.